നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മരിച്ചുപോയ എന്റെ അമ്മയുടെയും രാജീവേട്ടന്റെയും ആത്മാക്കൾക്ക് തൃപ്തി കിട്ടണമെങ്കിൽ ദിയമോൾ ഇവിടെ ഉണ്ടാകണം. അവളെ ഇവിടെ എത്തിക്കാമെന്ന് സാഗർ എനിക്ക് വാക്ക് തന്നതല്ലേ. മനോജനമ്മ പണം കൊടുത്ത് സഹായിച്ചതിന്റെ ചുരുക്ക പ്രകാശേട്ടന്. അപ്പ പൊട്ടിയ കുരു ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ആന്റി, ദിയമോൾക്ക് പാല് കിട്ടിയില്ല. പൊടി കൊതിച്ചി. പ്രകാശേട്ടൻ പറഞ്ഞ പ്രോട്ടീൻ പൗഡർ ഇട്ട പാലിന്റെ കാര്യം ഇവള് മറന്നിട്ടില്ല. പ്രകാശേട്ടൻ ഏതോ ഏജൻസി ഏർപ്പാടിന്ന് നല്ല വരുമാനമുണ്ട്. അതിന്റെ ഗുണമൊന്നും എനിക്കും ഗോകുലിനും കിട്ടുന്നില്ല. എന്നാ ദിയമോക്കെങ്കിലും കിട്ടട്ടെ. മോളെ, രാത്രിയിൽ ആന്റി ഈ കാര്യം അങ്കിളിന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ. നല്ല മൂടാണെങ്കിൽ കാര്യം ഓക്കെ ആവും. ഈ രണ്ട് ജന്തുക്കൾക്കും നരകത്തിൽ പോലും ശാന്തി കിട്ടാതെ പുഴുത്തു നാറട്ടെ. വീണ്ടും വീണ്ടും രാഖിയുടെ മനസ്സിനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. എത്രയും വേഗം ഏതെങ്കിലും മന്ത്രവാദികളെ കൊണ്ടുവന്ന് അലയുന്ന ആത്മാക്കളെ ഇവിടുന്ന് തുരത്തണം. എന്നാലേ സമാധാനമാവും. സാഗർ, എന്റെ അമ്മയോടും ഏട്ടനോടും സാഗറിന് അതിര് കവിഞ്ഞ സ്നേഹവും ബഹുമാനവും ഉണ്ടെന്നറിയാം. അവർക്ക് മുന്നിൽ വിളക്ക് തെളിയിച്ച് അവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്ന നിന്റെ മനസ്സിന്റെ മുന്നിൽ വിദ്യാമയും രാജീവളിയനും എനിക്ക് കാണപ്പെട്ട ദൈവങ്ങളാ. ക്രൂരനായ വിധി അവരുടെ ജീവനെടുത്ത് കളഞ്ഞില്ലേ? അല്ലെങ്കിലും നല്ലവർക്ക് ദൈവം അധിക ആയുസ് കൊടുക്കില്ലല്ലോ രാഗി.
മുറിവില്ലെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് അവരെ ഒരു കാര്യത്തും മറക്കാൻ കഴിയുന്നില്ല രാഗി. ഒന്നുമില്ലായിരുന്നു എനിക്ക് ഒരു നല്ല ജീവിതം തന്നത് ഇവരായിരുന്നു. രാഗിയെ പോലെ സ്നേഹസമ്പന്നയായ ഒരു പെണ്ണിന്റെ കൂട്ടു കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എല്ലാം തന്നത് ഈ ഫോട്ടോയിലിരിക്കുന്ന വിദ്യാമ്മയും രാജീവ് വെളിയനോ അല്ലായിരുന്നെങ്കിൽ സാഗർ, കൊള്ളാം. എന്റെ മോന്റെ അഭിനയം അസലാവുന്നുണ്ട്. ഇവൻ കള്ളനല്ല, കള്ളന് കഞ്ഞി വെച്ചവനാ. നന്നായി മോനെ. രാജീവും ശ്രീവിദ്യാമ്മയും ഇല്ലാത്ത ഈ വീട് ഇരുട്ടില. അവരുടെ ചിത്രത്തിന് മുന്നിൽ നിനക്ക് തിരി വെക്കാൻ തോന്നിയത് തന്നെ മഹാപുണ്യോ മോനെ. ദിയമോളെ ഇനിയും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. മരിച്ചുപോയ എന്റെ അമ്മയുടെയും രാജീവേട്ടന്റെയും ആത്മാക്കൾക്ക് തൃപ്തി കിട്ടണമെങ്കിൽ ദിയമോൾ ഇവിടെ ഉണ്ടാകണം. അവളെ ഇവിടെ എത്തിക്കാമെന്ന് സാഗർ എനിക്ക് വാക്ക് തന്നതല്ലേ? എന്താ ആ വാക്ക് പാലിക്കാത്തത്? ഞാനത് മറന്നിട്ടില്ല രാഗി. ദിയമോളെ എങ്ങനെങ്കിലും ഇവിടെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. പക്ഷെ അതിനിടയിൽ ആ ജഗൻ കയറി കളിക്കുക. അതെ, ജഗൻ എന്ന ശക്തനായ ചെറുപ്പക്കാരന്റെ പിൻബലം ഇപ്പോഴാ വന്ദനയ്ക്കുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ച് നീക്കിയില്ലെങ്കിൽ പണി പാളിപ്പോവും. ജഗൻ വന്ദനയ്ക്കൊപ്പം ഉണ്ടെങ്കിൽ ജഗന്റെ അച്ഛൻ കരുണാകരക്കുറുപ്പ് സാഗറിനൊപ്പം ഉണ്ടല്ലോ. ആ അതെ, കുറുപ്പിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള കളിയാ ഞാൻ കളിച്ചോണ്ടിരിക്കുന്നത്. കുറച്ച് സമയമെടുത്താലും വന്ദനെ ഞാൻ തീർത്തിരിക്കും. അവള് തീർന്നാ പിന്നെ ദിയമോളുടെ കാര്യത്തിൽ ഒരു തടസ്സമാവില്ലല്ലോ. ഈ പഞ്ചവത്സര പദ്ധതിയൊന്നും എനിക്കത്ര ബോധിച്ചിട്ടില്ല. എനിക്ക് ദിയമോളെ കിട്ടിയിരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.